ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒരു മോർണിംഗ് ബ്ലോഗാണെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ കാലത്തുള്ള കുറച്ച് വിശേഷങ്ങൾ കാണാം. വീഡിയോയിലേക്ക് പോകാം. കാലത്തെ നീറ്റ് ഫ്രഷായി ഒന്ന് മുടിയൊക്കെ ചികി കെട്ടി സുന്ദരിയാകാമെന്ന് വിചാരിച്ചേ. പിന്നെ കണ്ണെഴുതാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. സബിൻ മോർണിംഗ് ഡ്യൂട്ടിക്ക് പോയേക്കാണ്. സാമൂലിന് സ്കൂള് അവധി തുടങ്ങി. അപ്പോൾ സാമൂൽ എണീറ്റിട്ടില്ല. സാമൂലിനെ എണീപ്പിക്കണം. ആദ്യം തന്നെ നമ്മൾ കിടന്ന് എണീറ്റ് പോകുന്ന ബെഡ്റൂം ഒന്ന് ശരിയാക്കട്ടെ കേട്ടോ. ഈ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കുറച്ച് വെട്ടവും വെളിച്ചവും കാറ്റുമൊക്കെ ഒന്ന് കയറട്ടെ. രാത്രി മുഴുവൻ അടഞ്ഞു കിടക്കാല്ലേ. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, ഇവിടെ എയർ ഹോളൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് നമ്മൾ ജനലൊക്കെ തുറന്നിട്ടാലാണ് എയറൊക്കെ ഒന്നൊന്ന് ഫ്രഷ് ആവുള്ളൂ. പില്ലോ ആണെങ്കിൽ ഞാൻ എപ്പോഴും കിടന്ന് എണീറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് കുടഞ്ഞിട്ട് തിരിച്ചിടും കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരേ സൈഡിൽ വെച്ച് തന്നെ കിടന്ന് അത് കുഴിഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ബെഡ്ഷീറ്റിനകത്തുള്ള ചുളിവൊക്കെ ഒന്നൊന്ന് കുടഞ്ഞ് വിരിച്ച് ഭംഗിയാക്കി നമ്മൾ പുതയ്ക്കുന്ന ഷീറ്റും കൂടി ഒന്ന് വിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡ് മേക്കിങ് കഴിഞ്ഞു. ഒരു 2 മിനിറ്റ് നേരത്തെ പരിപാടിയുള്ളെങ്കിലും അത് കാലത്ത് തന്നെ ചെയ്തിട്ടാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ വേറെ ഒരു പരിപാടിയും ചെയ്തില്ലെങ്കിലും കാണുമ്പോൾ തന്നെ എന്തൊരു ഐശ്വര്യമാണ്, എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ നമുക്ക് തന്നെ മുറിയിലേക്ക് കയറുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്തായാലും ഞങ്ങളിത് കാലത്ത് തന്നെ കൈയോടുകൂടി ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് മോർണിംഗ് ഡ്യൂട്ടിയാണ്. ഞാൻ നേരത്തെ പോയിട്ട് സബിനൊക്കെ വൈകിയാണ് എണീറ്റ് വരുന്നതെങ്കിൽ സബിൻ ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ദേ കൈയോടുകൂടി എൻ്റെ ബെഡ്റൂം സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ പോകുന്നത് രൂപക്കൂടിന് മുമ്പിലേക്കാണ് കേട്ടോ. അവിടെ ഇരിക്കുന്ന പുള്ളിക്കാരനോട് ഈ ഒരു ദിവസം തന്നതിന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസത്തെ എല്ലാം മിന്നിച്ചേക്കണമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളും മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തിരിയൊക്കെ കത്തിച്ച് ഒരു 2-3 മിനിറ്റ് നേരം അങ്ങനെ നിൽക്കുവേ. ഇനി നമുക്ക് പുറത്ത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കാണാം. അത്യാവശ്യം വെയിലൊക്കെ ഉള്ള ദിവസമാണ്. ഇന്നലെ രാത്രിയൊക്കെ മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നേരിയ തണുപ്പുമുണ്ട് കേട്ടോ. ഇനി ഞാൻ പോയിട്ടെ സാമൂലിന് വിളിച്ചെണിപ്പിക്കട്ടെ കേട്ടോ. ഇന്ന് സാമൂലിന് ഒരു പ്രത്യേക സന്തോഷമുള്ള ദിവസം കേട്ടോ. അത് ഞാൻ വഴിയേ പറയാവേ. ഒരു 2 മിനിറ്റ് കൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുവാണ് കേട്ടോ. ഞാനിങ്ങനെയാണേ, കാലത്ത് തന്നെ ഒത്തിരി ഹറിബറി എന്ന് പറഞ്ഞിട്ട് വിളിക്കാറില്ല. സാധാരണ അടുത്ത് നിന്നിരുന്ന ഒരു കുറച്ച് നേരം പുന്നാരിപ്പിച്ചിട്ടൊക്കെയാണ് എഴുന്നേൽപ്പിക്കാറേ. സാമൂല് എണീക്കണ നേരം കൊണ്ടിട്ട് സാമൂൻ്റെ മുറിക്കകത്ത് ജനലൊക്കെ ഒന്ന് തുറന്നിടാം കേട്ടോ. അവൻ്റെ മുറിയും ഒന്ന് എയറൊക്കെ ഒന്ന് ഫ്രഷ് ആവട്ടെ. കാലത്ത് തന്നെ ഇങ്ങനെ വെട്ടമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണേ. കാരണം തണുപ്പ് കാലത്താവുമ്പോൾ ഒത്തിരി വൈകിട്ടാണല്ലോ വെട്ടമൊക്കെ വരുന്നത്. കാലത്ത് എണീക്കുമ്പോൾ തന്നെ ഇരുട്ടായിരിക്കും. അതെ, താരത്തിന് അങ്ങനെ ഒരു ഉമ്മയും കൂടിയൊക്കെ കൊടുത്തിട്ട് എണീപ്പിച്ച് വിട്ടു കേട്ടോ. എന്നിട്ട് അവൻ്റെ ബെഡും കൈയോടുകൂടി തന്നെ അങ്ങ് ശരിയാക്കിയിടാണേ. ഞാൻ സാമോൻ്റെ ബെഡൊക്കെ റെഡിയാക്കണ നേരം കൊണ്ടിട്ട് സാമോല് ബ്രഷൊക്കെ ചെയ്ത് നല്ല മെടുക്കനായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. ഞാൻ സാമോലും കൂടി രാവിലെ തന്നെ ഒന്ന് കുർബാനയ്ക്ക് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണേ. ഞാൻ പറഞ്ഞിരുന്ന ഒരു പ്രത്യേക ദിവസമാണെന്ന്. ഞാനും എന്തായാലും പോയി റെഡി ആവട്ടെ. വേറെ അധികം പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നുമില്ല. കുറച്ച് ക്രീം തൂക്കുന്നു, ഡ്രസ്സ് മാറുന്നു, പോകുന്നു. ദേ ഇവിടെ സാമോലും റെഡി ആയിട്ടുണ്ട്. അവൻ്റെ മുഖത്തും കൂടി കുറച്ച് ക്രീമൊക്കെ തേച്ച് അവനെ സുന്ദരനാക്കി. ഞാനും ദേ വാച്ചൊക്കെ എടുത്തിട്ട് മോതിരമൊക്കെ ഇട്ട് ഞാൻ റെഡിയായി. അപ്പോൾ എന്തായാലും പോണേക്കാലം മുമ്പ് ഭക്ഷണം കഴിച്ചേക്കാലെന്ന് വിചാരിച്ചു. കാലത്തുനിന്ന് സ്പെഷ്യലായിട്ടൊന്നും തന്നെ ഉണ്ടാക്കിയില്ല കേട്ടോ. അവനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനോട് ഒന്നും വേണ്ട, കഷിക്ക് വിശപ്പില്ല. അപ്പം വിചാരിച്ചു വെറുതെ ഉണ്ടാക്കി വെക്കണേലും അർത്ഥമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ബ്രെഡും ബട്ടറും കൂടി മതിയെന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കി കൊടുക്കുകയാണ് സാമോലിന്. ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കൂട്ടത്തിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പീച്ചും ആപ്രിക്കോട്ടും കൂടിയും ചെത്തി വെക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഒരു ബ്രിയോഷും കാപ്പിയും കൂടി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും സാമോലും കൂടി സാമോൻ്റെ ഒരു 100,000 വിശേഷങ്ങളും പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി തീർക്കുവാണേ. ഇനി ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാണേ. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ പൂട്ടി ഇറങ്ങട്ടെ കേട്ടോ. പള്ളിയിൽ ഇതേ മണി അടിക്കാൻ തുടങ്ങി കുർബാനയ്ക്കുള്ളത്. വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ പള്ളിയുടെ മണിമാളിയാണ് കേട്ടോ കാണുന്നത്. സാമൂലിത എന്നെക്കാളും മുമ്പേ സ്പീഡിൽ വച്ചടിക്കുകയാണേ. സാമോല് ഇങ്ങനെ പോയാൽ പള്ളിയിലെത്താൻ വൈകോമേ എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ച് സ്പീഡിൽ നടക്കുന്നതാണേ കാണുന്നത്.
അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു പ്രത്യേക ദിവസമാണെന്ന്. അതെന്താണെന്ന് വഴിയെ കാണിക്കാം കേട്ടോ. സാമൂഹ്യ സ്പീഡിൽ ഓടാണ് പള്ളിയിലേക്ക്. അകത്തുനിന്നുള്ള പ്രാർത്ഥനയൊക്കെ കേട്ടപ്പോൾ തുടങ്ങിയ മീനെന്ന് എന്നോട് പറയുന്നതാണ് കേട്ടോ കാണുന്നത്. ഇതൊരു ചെറിയ പള്ളിയാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ കുർബാനയ്ക്ക് മുമ്പ് ഇത്തിരി നേരത്തെ വന്നായിരുന്നു. ഇവിടെ അപ്പോഴേക്കും പ്രായവരൊക്കെ ഇരുന്നിട്ട് കൊന്തയെല്ലുമാണ്. ഇവിടെ വളരെ കുറച്ച് ആൾക്കാരെ വരാറുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു പ്രത്യേക ദിവസത്തിന് വേണ്ടി സാമൂലിനെ ഇവിടുത്തെ വികാരിയച്ഛൻ ഒരുക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും എന്താണെന്നുള്ളത്. സാമൂൽ ഇന്ന് ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന താരപാലനാകാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. ഇതിവിടുത്തെ വികാരിയച്ഛനാണ്. ഒത്തിരി പ്രായമുണ്ട്, പക്ഷേ വളരെ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ സാമൂൽ ആദ്യം ആയതുകൊണ്ടിട്ട് അച്ഛൻ തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് കുർബാനയ്ക്ക് മുമ്പ് നേരത്തെ വന്നതുകൊണ്ടിട്ട് തന്നെ അത്യാവശ്യം എല്ലാം അവനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള സമയം കിട്ടി. അച്ഛനപ്പോൾ കുർബാനയ്ക്ക് മുമ്പ് അച്ഛൻ ഉടുപ്പൊക്കെ ഇടുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഓരോന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുന്നതാണ്. ഒരു ട്രയൽ നടത്തുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഒഴിക്കുന്ന ഈ കുർബാനയ്ക്കുള്ള സമയമായി. സാമൂലാണ് അവിടെ കുർബാനയ്ക്ക് കയറുന്ന മണിയൊക്കെ അടിച്ചിട്ട് വരുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അവൻ ആദ്യം ആയതുകൊണ്ട് തന്നെ കുർബാനയ്ക്ക് മുമ്പ് ഏകദേശം എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തെങ്കിലും അച്ഛൻ തന്നെ വളരെയധികം സംയമനത്തോടു കൂടി ഒത്തിരി പേഷ്യൻസോടുകൂടി എല്ലാം അച്ഛനൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. സാമോൻ്റെ മുഖത്ത് ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും എല്ലാം അച്ഛൻ പറയുന്നതൊക്കെ കേട്ട് സമാധാനപരമായിട്ട് സാമോലെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അവനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാനാണ് ഇവിടെ പള്ളിക്കകത്തിരുന്ന് ടെൻഷൻ അടിച്ച് കൂട്ടിക്കൊണ്ടിരുന്ന അച്ഛനെന്ന്. പിന്നെ സബിൻ മോർണിംഗ് ഡ്യൂട്ടിക്ക് പോയേക്കണോണ്ടിട്ട് ഈ സന്തോഷകരമായിട്ടുള്ള നല്ല നിമിഷങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനത് എന്തായാലും വീഡിയോ ആക്കിക്കണത്. എന്താണെങ്കിലും അവൻ ഒത്തിരി നാൾ ആഗ്രഹിച്ചിരുന്ന ഈ ഒരു ദിവസം ഒത്തിരി വലുതായി കഴിയുമ്പോഴാണെങ്കിലും ഈ വീഡിയോ ഇങ്ങനെ ഉണ്ടെങ്കിൽ കാണാമല്ലോന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ സബിനെ ഇത് കാണിച്ചു കൊടുക്കാമല്ലോ. നമ്മുടെ വീട്ടിൽ അപ്പച്ചനെയും അമ്മച്ചിനെയൊക്കെ എല്ലാവരെയും നമ്മുടെ ബന്ധുക്കളേക്കും ഇത് കാണിച്ചു കൊടുക്കാതെ ഒരു സന്തോഷമല്ലേ ഇങ്ങനെ ഒരു കാര്യം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നതാണ് കേട്ടോ ഇങ്ങനെ ആൾത്താര ശുശ്രൂഷകരാകാമെന്നുള്ളത്. പക്ഷേ നമ്മുടെയൊക്കെ കാലത്ത് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇപ്പോഴും നാട്ടിലുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, പെൺകൊച്ചുങ്ങളെ ആൾത്താര ശുശ്രൂഷകരാക്കില്ലായിരുന്നു. ഇവിടെ ഇപ്പം പെൺകുട്ടികളെയൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടിട്ട് തന്നെ ഓരോ കുർബാനയ്ക്ക് പോകുമ്പോഴും അകലെ നിന്ന് ഒത്തിരി ആഗ്രഹത്തോടു കൂടി വീക്ഷിച്ചിരുന്നേച്ചാണ് ഇങ്ങനെ അടുത്ത് പോയി അച്ഛനെയൊക്കെ സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നിന്ന്. അതിപ്പോൾ സാമൂലിലൂടെ എനിക്ക് സാധ്യമായേക്കാണ്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ അവൻ പതുക്കെ നന്നായിട്ട് ഓരോ ദിവസങ്ങളിലും കുർബാനയ്ക്ക് കൂടാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനത്തെ സാമൂൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അൾത്താര ശുശ്രൂഷകനായിട്ടുള്ള കുർബാന തീരെയാണ്. സാമൂൽ എന്തായാലും നന്നായിട്ട് തന്നെ എല്ലാം ചെയ്തു. എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. കുർബാന കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഒത്തിരി കോംപ്ലിമെൻറ്റ്സൊക്കെ അവനോട് പറഞ്ഞു. തിരിച്ചു പോരുന്ന വഴിയാണ് എന്നോട് ഓരോ കാര്യങ്ങളും ഭയങ്കര ഇൻട്രസ്റ്റായിട്ട് പറയാണ്. കക്ഷിക്ക് ഇപ്പം തന്നെ ഇനി അടുത്ത് വേറൊരു കുർബാനയ്ക്ക് പോകണമെന്നാണ് കേട്ടോ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മോർണിംഗ് വ്ളോഗ് ഇവിടെ തീരെയാണ്. ഇനിയും വീണ്ടും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Bye.